ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മദ്രസൊക്കെ വിട്ട് വന്നിട്ട് ടു ഡു ലിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ മുമ്പ് ഉണ്ടാക്കിയൊരു നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അതിലാണ് ടു ഡു ലിസ്റ്റൊക്കെ എഴുതുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സൈഡിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചായയും പിന്നെ മറ്റേ ഏരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റില്ലേ അതും എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് എനർജി കിട്ടും. എനർജി കിട്ടി നമ്മൾ പ്രൊഡക്റ്റീവ് ആവും എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം ആ വെക്കില്ലേ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ബോർഡർ എടുക്കാണ് കേട്ടോ. അപ്പോൾ ബോർഡർ കൊടുത്ത് എനിക്ക് പിന്നെ തീരെ ഇഷ്ടമായിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു 2 സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുകയെ കാരെന്ന്. ഞാൻ നമ്മുടെ മുമ്പ് ഉണ്ടാക്കിയ 2 സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഒരു കപ്പ് കേക്കിൻ്റെ സ്റ്റിക്കറാണ് ഗൈസ്. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ഒരു ബണ്ണിൻ്റെ സ്റ്റിക്കറാണ്. അപ്പോൾ ഈ സ്റ്റിക്കറിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ചെക്ക് ചെയ്തൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിയുമക്കാരം. പിന്നെ ഗൈസ് അതെനിക്ക് പീൽ ചെയ്യാൻ കിട്ടില്ലായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് ആ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ബിസ്ക്കറ്റ് എടുക്കുക, ചായയിൽ ഇങ്ങനെ കുത്തുക, എന്നിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ചായ കുത്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ബിസ്ക്കറ്റ്. പക്ഷെ എനിക്ക് അങ്ങനെ ചായ ഇല്ലാതെ കഴിക്കണം എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഈ ചായ ഞാൻ ഉണ്ടാക്കിയോണ്ടാണ് അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒറ്റ സിപ്പിൽ തന്നെ പോയ പോക്ക് കണ്ടില്ല നിങ്ങൾ. ഞാൻ നല്ലോണം കുടിച്ചിട്ടുണ്ട് ഒറ്റ സിപ്പിൽ തന്നെ, കണ്ടില്ലേ പകുതി ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗൈസ് ഇപ്പം ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട്. ഞാൻ വന്നിട്ട് കുളിക്കാൻ വിചാരിച്ചു. അപ്പോൾ കുളിക്കാനായിട്ട് ഞാൻ എണ്ണ ഇടാൻ പോവാണ് കേട്ടോ. ഞാൻ എണ്ണ ഇങ്ങനെ കൈക്ക് ഇങ്ങനെ ആക്കിയിട്ട് നല്ല ആസ്തറ്റിക് ആയിട്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാനൊരു ഷാമ്പും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുളിക്കാൻ പോയപ്പം. ആൻഡ് ഇതായിരുന്നു ഞാൻ കുളിച്ചതിൻ്റെ വിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ വന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് തസ്ബീഹ് ചൊല്ലണത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഗൈസ്. ആൻഡ് ഗൈസ് ദിസ് ഇസ് മൈ സ്കിൻ കെയർ ടൈം. ആസ് എ ടീനേജ് എനിക്ക് വലിയ സ്കിൻ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ചെറിയ രീതിക്കുള്ള സ്കിൻ കെയർ ഒക്കെ നമുക്ക് ആവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ദി മോംസ് ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് വെച്ചിട്ട് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ഐസ് റോളർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ബൈ ദ വൈ ആ ഐസ് റോളർ എൻ്റെ കാക്കാൻ്റെ ആണ്, ഓൻ കാണാതെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ മോയ്സ്ചറൈസറാണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് പോൺസിൻ്റെ ലൈറ്റ് വെയ്റ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. അപ്പം ഈ ഒരു മോയ്സ്ചറൈസർ അടിപൊളിയാണ്. ബട്ട് ഞാൻ ഇതാർക്കും പ്രിഫർ ചെയ്യണില്ല, കാരണം എൻ്റെ സ്കിൻ ടൈപ്പ് അല്ലേ കാരണം നിങ്ങളുടെ സ്കിൻ ടൈപ്പ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെൻ്റെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ദി ലാസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിട്ടുള്ളത് ലിപ് ബാമാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ ലവ് ചാം പറഞ്ഞിട്ടുള്ള ഒരു ലിപ് ബാമാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഒരു ലവ് ഷേപ്പാണ്. ഞാൻ പൂക്കി പോലെ നമ്മുടെ കൈ കൊണ്ട് ലവ് ഷേപ്പൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഗൈസ് നിങ്ങൾക്ക്. അപ്പോൾ ഞാനൊരു ഇച്ചിരി ലിപ് ബാം മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ ഗൈസ്, ഒരു ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. അപ്പം അതിന് ശേഷം ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ആൻഡ് ഇപ്പോൾ ഒരു 4 മണിക്കായിട്ടുണ്ട്. ഞാൻ നിസ്കരിച്ച് വന്നു. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജ് നോക്കിയപ്പം അതിൽ പാലേസ് ഉണ്ടായിരുന്നു. അത് കഴിക്കാൻ കേട്ടോ ഇപ്പം വന്നിട്ട്. പിന്നെ ഇപ്പോൾ ഒരു 5 മണി 5:30 കഴിഞ്ഞിട്ടും. ആ നേരം എനിക്ക് നന്നായിട്ട് വിശക്കും. ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പം ബ്രെഡ് ഉണ്ടായിരുന്നു. ഞാൻ ബ്രെഡൊക്കെ ഇങ്ങനെ പൊരിച്ചിട്ട് കഴിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഗൈസ്, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇപ്പം ഏകദേശം ഒരു നൈറ്റ് ആവാനായിട്ടുണ്ട്. അപ്പം ഞാൻ വന്നിട്ട് ടു ഡു ലിസ്റ്റൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ചല്ല ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി ഞാൻ അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പം ബാങ്ക് കൊടുത്തിട്ടുണ്ട്, മൈരി ബാങ്ക്. ഞാൻ വന്നിട്ട് നിസ്കരിച്ചതിന് ശേഷം ഞാൻ കുറച്ച് മദ്രസത്തൊക്കെ എഴുതാണ്ടായിരുന്നു. അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്, വെറുതെ ഒരു ഷോക്കായിട്ട് കേട്ടോ. അപ്പം ഇത് ഫസ്റ്റത്തെ പാടാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫുള്ള് വർക്കൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. അതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കിയിരുന്നു. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചാനൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് വിൻറ്റേജ് ആയിട്ടുള്ള സ്റ്റാമ്പ്സ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാമ്പ്സ് ആണ് നല്ല രസമല്ലേ? അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നൈറ്റിൽ ഫേസ് വാഷും മോയ്സ്ചറൈസറും ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.